ഹലോ ഗൈസ്, സുഖമല്ലേ? മിനിയാന്നൊരുത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ വാങ്ങി കൊടുക്കാനായി. അപ്പൊ നോമ്പൊറിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ആടെ ഒരു പള്ളിയിൽ കയറീന്. ആടുന്ന് ഒരു ബിരിയാണി കിട്ടീന്. എന്റെ പൊന്നു മോനെ, ഇതൊരു വെറൈറ്റി സാധനമായിന്. കഴിച്ചതിൽ വെച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി. അതിലേക്ക് അവർ ആ ചട്നിയും ഇതും കൂട്ടിയിട്ട് ബേക്കുമ്പോണ്ടല്ലോ, എന്ത് ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബേച്ചിട്ട് തന്നെ അറിയാം. എന്നെ കിട്ടിയില്ലല്ലോപ്പാ, കയ്യാനായല്ലേ. ആടുന്ന് ഓനെയും കൂട്ടിട്ട് നേരെ പുറത്തേക്ക് പോയി ചായ കുടിക്കാന്നില്ലേ. അപ്പോൾ പുറത്ത് കുറച്ച് വെളിയിലും കത്തിച്ചിട്ട് സ്ട്രീറ്റ് ആണ്. അതിന്റെ ഉള്ളിലും കയറണം. KP ചായ, ഇനീഷ്യലി ചായയും കടയുണ്ടല്ലേ. അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി. അതിന്റെ ഉള്ളിലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നിട്ട് കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടാകുമ്പോൾ നല്ല പുട്ടും ഗ്രീൻ പീസ് കറിയും അതും കഴിച്ചിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ കമ്പനിയിൽ പോകുമ്പോൾ 2 മൈനെ കണ്ടിട്ട് ഇന്ന് സന്തോഷം തന്നെ തോന്നുന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നേരെ മുടി മുറിക്കാനും പോയി. കാരണം എന്നെ കാത്തുക്കാനും കഴിയില്ല. പെരുന്ന അടുക്കം തോറും എന്തായിട്ട് തിരക്കൂടും. അപ്പൊ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ മുടിയെല്ലാം മുറിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആക്കുന്നുണ്ട്. ഇന്നും ഏതായാലും പള്ളിയിൽ തന്നെ പോകുന്നത്. ഇനി പള്ളിയിലത്തെ ആ നോമ്പ് തുറ കിട്ടിയില്ല. 2 ആഴ്ച മുന്നേ ഈ പള്ളിയിൽ വന്നിന്. അപ്പൊ കബാബ് ബിരിയാണിയാണ് കിട്ടീന്. ഇതില് കബാബ് ബിരിയാണി ഉണ്ടായിന്. പക്ഷെ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി അല്ല, മന്തി. ബാങ്ക് കൊടുത്തോടെ ആ പെട്ടി പൊട്ടിച്ചിട്ട് അതിലില്ല ചിക്കൻ. ഏത് സോഫ്റ്റ് ചിക്കൻ അറിയാം. ആ ചിക്കനും ആ റൈസും കൂട്ടിയിട്ട് മോൻ ആസ്വാദപൂർവ്വം ഫൈസ് കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് തറാവേലും നിസ്കരിച്ചിട്ട് ആടുന്നൊരു ലബനപ്പം കുടിച്ചിട്ട് നമ്മൾ വന്നിലേക്ക് എത്തുമ്പോ നേരത്തെ ഉണ്ടാക്കിയതിൽ നിന്ന് ഒരു സാധനം എനിക്കും വെച്ചിട്ടുണ്ടായിന്. ബാക്കിയായെന്ന് തോന്നിട്ടാ. അങ്ങനെ അതെടുത്തിട്ട് ഞാൻ കഴിച്ച് ഏത് ടേസ്റ്റ്. അൽഹംദുലില്ലാ, ഈ റമദാനിന് എന്തെല്ലോ ചുട്ടിനിപ്പാ. അങ്ങനെ അതെല്ലാം തോന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാ. അപ്പൊ ഓക്കെ, ബൈ.